നമസ്കാരം. ഗ്രഹങ്ങളിൽ ഈശ്വരസ്ഥാനം നൽകപ്പെട്ട ഏക ഗ്രഹം മാന്ദ്യനെന്നും നാമമുണ്ട്. കാരണം പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹം കൂടിയാകുന്നു. കൂടാതെ മുടന്തൻ ഗ്രഹം എന്നും പേരുണ്ട്. ശനിദശ എന്ന് കേട്ടാൽ ഒട്ടുമിക്കവാറും ഏവരും ഒന്ന് ഭയപ്പെടുന്നതാണ്. കാരണം പൊതുവെയുള്ള ധാരണ ശനി ദുരിതങ്ങൾ, കഷ്ടതകൾ നമുക്ക് നൽകുന്നു എന്നാണ്. എന്നാൽ ഇത് എല്ലാവർക്കും ബാധകമല്ല. നിങ്ങൾ എന്ത് കർമ്മം ചെയ്തിട്ടുണ്ടോ, നന്മയാണെങ്കിൽ നല്ല കർമ്മം, എന്നാൽ തിന്മയാണ് എങ്കിൽ മോശം കർമ്മം നാം ജീവിതത്തിൽ അനുഭവിക്കുന്നതാകുന്നു. ഇതിൽ നാം ചെയ്ത കർമ്മഫലം അനുസരിച്ച് ശനിദശയിലൂടെ നാം കടന്ന് പോകുന്നതാണ്. ചിലർക്ക് ശനിദശയിൽ നഷ്ടങ്ങൾ, ദുരിതങ്ങൾ നിറഞ്ഞ സമയമായി മാറുമ്പോൾ ചിലർക്ക് ഈ സമയം ഉയർച്ചയുടെ നാളുകളാകുന്നു. ശനിദശ കാലങ്ങളിൽ കാക്കയ്ക്ക് ചോറ് നൽകുന്നതും അഥവാ ആഹാരം നൽകുന്നതും, ശാസ്താവിന് എള്ളുതിരി, നീല ശംഖുപുഷ്പ സമർപ്പണം, നീരാഞ്ജന വഴിപാട് സമർപ്പണം ഉത്തമവുമാകുന്നു. ശിവകുടുംബ ഭജനം ഏറ്റവും വിശേഷമാണ്. ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നതും ഉത്തമമാകുന്നു. എന്നാൽ ശനിയുടെ ദൃഷ്ടി പതിഞ്ഞാൽ ആ വ്യക്തിയുടെ വീട്ടിൽ ചില കാര്യങ്ങൾ നാം കാണുന്നതാണ്. ഒട്ടുമിക്കവാറും ആ വ്യക്തി വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ തന്നെയായിരിക്കും. കാരണം എല്ലാ കാര്യങ്ങളും ആ വ്യക്തിയിലൂടെയാകും കടന്നു പോവുക. അത് ഗൃഹനാഥനോ ഗൃഹനാഥയോ ആകുന്നതുമാണ്. അതിനാൽ ഈ പറയുന്ന ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉറപ്പിച്ച് കാണുവാൻ സാധിക്കുന്നതാണ്, അഥവാ ഉറപ്പായും കാണുവാൻ സാധിക്കുന്നതാണ്. അതായത് ശനിയുടെ ദൃഷ്ടി വീടുകളിൽ പതിഞ്ഞാൽ മാത്രം കാണുന്നതായ ലക്ഷണങ്ങളാകുന്നു. അതേക്കുറിച്ച് മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ ശനീശ്വരനെ വന്ദിക്കുക. ഓം ശനീശ്വരായ നമ എന്ന് കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തേതായ ലക്ഷണം കാക്കയുമായി ബന്ധപ്പെട്ടാണ്. കാക്കയ്ക്ക് നിരവധിയാർന്ന പ്രത്യേകതകളുണ്ട്. ശനിദേവന്റെ വാഹനം എന്നാണ് കാക്ക അറിയപ്പെടുന്നത് പോലും. വീടിനകത്തേക്ക് പ്രവേശിക്കുന്നത് വെറുതെയല്ല, മറിച്ച് പ്രധാന വാതിലിലൂടെ പ്രവേശിക്കുന്നതായി കാണുകയാണ് എങ്കിൽ ഉറപ്പിക്കാം ആ വീട്ടിലെ ഏതോ ഒരു വ്യക്തിക്ക് ശനിദശ ആരംഭിച്ചിരിക്കുന്നു എന്നും ഇനി ജാഗ്രത അനിവാര്യമാണ് എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. കാക്ക വീട്ടിൽ പ്രവേശിക്കുകയും പൂജാമുറിയിൽ അല്ലെങ്കിൽ വിളക്ക് വയ്ക്കുന്ന ഇടത്ത് കയറുകയും ചെയ്യുന്നു എങ്കിൽ ഇത് ശനിയുടെ കോപത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതേപോലെ പുണ്യഗ്രന്ഥങ്ങൾ ഇരിക്കുന്നു, അതായത് പുണ്യഗ്രന്ഥങ്ങളിൽ കാക്ക ഇരിക്കുന്നു എങ്കിൽ അതും ശനിദേവന്റെ കോപത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാകുന്നു. ശനിദേവൻ ഒരു ഈശ്വര പദവി ലഭിച്ച ഗ്രഹമാണ് എങ്കിലും വീടിനുള്ളിൽ ആരാധിക്കാൻ പാടില്ലാത്ത ഒരു ദേവനാണ്. അതിനാൽ ഭഗവാന്റെ വാഹനമായ കാക്ക വീടിനുള്ളിൽ പ്രവേശിക്കുന്നതും ശുഭമല്ല എന്നുള്ളതാണ്. ദൗർഭാഗ്യം പതിഞ്ഞു അഥവാ ശനിയുടെ കോപദൃഷ്ടി നമ്മളിൽ പതിഞ്ഞു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും. ഉടനെ വീട്ടിലെ ഏവരുടെയും ജാതകം പരിശോധിക്കുകയും ഉചിതമായ പരിഹാരങ്ങൾ തന്നെ നിങ്ങൾ അനുഷ്ഠിച്ച് മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. കൂടാതെ നാം ഇപ്പോൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ ഒരു പുനരാലോചന ആവശ്യമാണ് എന്നും അതല്ല എങ്കിൽ നിങ്ങൾക്ക് പല വിധത്തിലും നഷ്ടങ്ങൾ, സർവനാശം തന്നെ വിതയ്ക്കുന്നതിന് കാരണമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നും അർത്ഥമാക്കാം. കാലുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കുവാൻ സാധിക്കും. പൊതുവെ ശനിദശ കാലത്ത് നാം പറയുന്നതാണ് അപകട സാധ്യത കൂടുതലാകുന്നു എന്ന്. അതിനാൽ പ്രത്യേകിച്ചും കാലുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ വർദ്ധിക്കുന്നതുമാണ്. കാല് തട്ടി എപ്പോഴും പൊട്ടുന്നതായ സാഹചര്യം, ഒടിവ്, ചതവ്, നീര് എന്നിവ കാലിൽ നിരന്തരം, അതായത് ഒന്ന് കഴിഞ്ഞാൽ ഒന്നായി നിരന്തരം സംഭവിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അത് ശനിദേവന്റെ ദൃഷ്ടി നിങ്ങളിൽ പതിഞ്ഞിരിക്കുന്നു എന്നും ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ, അതായത് ദാനം, സഹായം, ഈശ്വര കാര്യങ്ങളിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് മുൻപോട്ട് പോവുക എന്നാണ് അർത്ഥമാക്കുവാൻ സാധിക്കുക. എല്ലാ ശനിയാഴ്ചകളിലും കാക്കയ്ക്ക് ആഹാരം, ശാസ്താവിന് നീലാഞ്ജനം കഴിപ്പിക്കുന്നതും ഏറ്റവും ശുഭകരമായി കണക്കാക്കുന്നതുമാണ്. മുടിയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കുവാൻ സാധിക്കും.
പൊതുവെ ശനി ഭഗവാന്റെ അനുഗ്രഹം ഉള്ള വ്യക്തികൾക്ക് നല്ല കട്ടിയുള്ള നീണ്ട ഇടതൂർന്ന മുടി ഒരു വരമായി ലഭിക്കുന്നതാണ്. എന്നാൽ മറിച്ച് മുടിയുടെ കട്ടി തീരെ കുറവാണ് എങ്കിൽ, എന്തെല്ലാം നിങ്ങൾ ചെയ്താലും മുടി കട്ടി വയ്ക്കാറില്ല എങ്കിൽ അത് ശനി കോപത്താലാകാം. പെട്ടെന്ന് മുടി കൊഴിച്ചിൽ വരുന്നതും മുടിയുടെ ആരോഗ്യം കുറയുന്നു എങ്കിൽ അത് ശനി ദശയാലാകാം. നാം ഉപയോഗിക്കുന്ന വാക്ക് അതിനാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. വാക്ക് മാത്രമല്ല, പ്രവൃത്തിയും വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ജീവിതത്തിൽ കഷ്ടകാലം ഒഴിയില്ല എന്ന് തന്നെ അർത്ഥമാക്കാം. ജീവിതത്തിൽ ദുരിതങ്ങൾ ആരംഭിക്കുന്നു എന്ന സൂചനയാകാം ഇത്. അതിനാൽ ജാതകം പരിശോധിക്കുന്നത് ഏറ്റവും ഉത്തമമായ ഒരു കാര്യമാകുന്നു. കൂടാതെ മുടി കത്തുന്നു എങ്കിൽ അത് ശനി കോപത്തെ സൂചിപ്പിക്കുന്നതായ ഒരു കാര്യമാണ്. മുടി കത്തുന്നത് ശനിദേവന്റെ കോപത്താലാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. അതിനാൽ മേൽ പരാമർശിച്ചതായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും ശുഭം. ത്വക്ക് രോഗങ്ങളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. എപ്പോഴും ത്വക്ക് രോഗങ്ങൾ നിങ്ങളെ അലട്ടുന്നു എങ്കിൽ അത് ശനിദോഷത്താലാകാം എന്നതാണ് വാസ്തവം. ദുരിതങ്ങൾ, അതുപോലെ തന്നെ അമിത ചെലവ് വരും തുടങ്ങിയ കാര്യങ്ങൾ, അതായത് അമിതമായ ചെലവുകൾ പ്രതീക്ഷിക്കാതെ കടന്നു വരുന്ന സാഹചര്യം, കൈകളിൽ പണം നിൽക്കാത്തതായ സാഹചര്യം, ഇത് നിത്യവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ പണം കയ്യിൽ വരുന്നതായ അവസരത്തിൽ പല ചെലവുകളാൽ പണം നഷ്ടമാകുന്ന സാഹചര്യം, ഇതും ഇപ്രകാരം ഒരു കാരണത്താലാണ് എന്ന കാര്യം ഓർക്കുക. ശംഖുപുഷ്പം നിങ്ങളുടെ വീടുകളിൽ എത്ര തന്നെ നട്ടാലും പിടിക്കാത്തതായ സാഹചര്യം, നന്നായി വളർന്നു വന്ന ശംഖുപുഷ്പമാണ് എങ്കിലും കരിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ഒടിഞ്ഞു പോവുകയോ അത്തരം കാര്യങ്ങൾ, അതായത് തുടർന്ന് വളരുവാൻ സാധിക്കാത്തതായ ഒരു സാഹചര്യം വന്നു ചേരുന്നു എങ്കിൽ അത് ശുഭകരമല്ല എന്നുള്ളതാണ്. ദുരിതങ്ങൾ ജീവിതത്തിൽ ആരംഭിക്കുന്നതിന്റെ ഒരു സൂചനയായും പരാമർശിക്കുവാൻ സാധിക്കും. കാക്ക ശംഖുപുഷ്പത്തിൽ ഇടയിൽ ഇരുന്ന് കരയുന്നു എങ്കിൽ അതും ഇതിനെ സൂചിപ്പിക്കുന്നു എന്ന കാര്യമാണ് പ്രത്യേകമായി നിങ്ങൾ ഓർക്കേണ്ടത്. അതിനാൽ ഈ കാര്യവും പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. എണ്ണയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കുവാൻ സാധിക്കും. വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതായ ഒരു വസ്തു തന്നെയാണ് എണ്ണ. എണ്ണ താഴെ വീഴുന്നു എങ്കിൽ അത് ശനിദേവന്റെ കോപത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാകുന്നു. നാം ഏതോ ഒരു സാധുവിനെ വിഷമിപ്പിച്ചു എന്ന സൂചനയാണ്. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. അതിനാൽ നിങ്ങൾ ചെയ്യേണ്ടതായ ഒരു കാര്യം ദാനം ചെയ്യുക എന്നുള്ളതാണ്. അത് വസ്ത്രമാകാം, അല്ലെങ്കിൽ പണമോ ജലമോ നിങ്ങൾക്ക് ദാനം ചെയ്യാം. ഈ വസ്തുക്കൾ എല്ലാം തന്നെ ദാനം ചെയ്യണം എന്നില്ല. നിങ്ങൾക്ക് സാധിക്കുന്ന ഏതെങ്കിലും ഒരു വസ്തുവെങ്കിലും ദാനം ചെയ്യുക. നഖം പൊട്ടിപ്പോകുന്നതായ സാഹചര്യം നിങ്ങൾക്കുണ്ട് എങ്കിൽ, അതായത് അപ്രത്യക്ഷമായി പൊട്ടിപ്പോവുകയോ അല്ലെങ്കിൽ പൊട്ടി ചോര വരുന്നതായ സാഹചര്യങ്ങൾ അപ്രത്യക്ഷമായി സംഭവിക്കുന്നു എങ്കിൽ അത് ശനിദോഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകാം. അതിനാൽ തന്നെ തീർച്ചയായും ഒരു കാര്യം കൂടി നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ആരോഗ്യം കുറയുന്നു എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ ശനിപ്രീതി വരുത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ശിവകുടുംബ ചിത്രം നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ അത് ഏറ്റവും ഉത്തമമായാണ് കണക്കാക്കുക. എന്നാൽ ഇത്രയും വിശേഷപ്പെട്ടതായ ശിവകുടുംബ ചിത്രം നിങ്ങളുടെ വീടുകളിൽ താഴെ വീണ് ഉടയുന്നതായ സാഹചര്യം അല്ലെങ്കിൽ കേടുപാടുകൾ സംഭവിക്കുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ അത് ശനിദോഷവുമായി ബന്ധപ്പെട്ട സൂചനയാകുന്നു. നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം ഉടനെ എള്ളുതിരി കത്തിക്കുക എന്നുള്ളതാണ്. അതിനാൽ ക്ഷേത്രത്തിൽ ഈ ഒരു വഴിപാട് നടത്തുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വീട്ടിൽ നിങ്ങൾ വിളക്ക് തെളിയിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. ചില വീടുകളിൽ വിളക്ക് കരിന്തിരി കത്തുന്നതാണ്. അത് ഒരു തവണയല്ല, പല ആവർത്തി ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ അത് ശുഭകരമല്ല എന്നുള്ളതാണ്. എണ്ണ താഴെ ഇറ്റ് വീഴുന്നു എങ്കിൽ അതും ശുഭകരമല്ല. അതായത് വിളക്കിൽ നിന്നും ചോർച്ചയായി എണ്ണ ഇറ്റ് താഴെ വീഴുന്നു എങ്കിൽ ദാരിദ്ര്യമാണ് ഫലം എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. വസ്ത്രം കറുത്ത അല്ലെങ്കിൽ നീല നിറത്തിലുള്ള വസ്ത്രം പ്രത്യേകിച്ചും കത്തുകയാണ് എങ്കിൽ അത് ശുഭകരമല്ല.
ഇതുമായി ബന്ധപ്പെട്ട് ചില സൂചനകൾ പരാമർശിക്കുവാൻ സാധിക്കും. പ്രത്യേകിച്ചും ആ വ്യക്തികൾക്ക് ദൗർഭാഗ്യം ബാധിച്ചിരിക്കുന്നു എന്നും അത് പല കാര്യങ്ങളിലും പ്രതിഫലിക്കുന്നതായ സാഹചര്യമുണ്ട് എന്നും അർത്ഥമാക്കാം. ശനിയുടെ ദൃഷ്ടി പതിഞ്ഞു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഇത്തരം വസ്ത്രങ്ങളാണ് എങ്കിലും മറ്റു വസ്ത്രങ്ങളാണ് എങ്കിലും ദ്രവിച്ചു പോകുന്നത്, അതായത് അപ്രതീക്ഷിതമായ ഒരു വസ്ത്രം ദ്രവിച്ചു പോവുകയാണ് എങ്കിൽ അത് ശുഭകരമല്ല എന്നുള്ളതാണ്. വളരെയധികം കാലപ്പഴക്കം എത്തിയ വസ്ത്രമല്ല, അല്ലാതെ ഒരു വസ്ത്രം ദ്രവിച്ചു പോകുന്നത് ശുഭകരമല്ല. അത് ദാരിദ്ര്യം, ധനപരമായ നഷ്ടങ്ങൾ നിങ്ങളുടെ പ്രവർത്തികൾ മൂലമോ അല്ലാതെയോ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും. കടുകിന് വളരെയധികം പ്രാധാന്യമുണ്ട്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ല എങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ദോഷമായി ഭവിക്കും. കാരണം താഴെ വീഴുന്നത് വളരെ ദോഷകരമാണ് എന്നാണ് പറയുക. പ്രത്യേകിച്ചും ആ വീടുകളിൽ കലഹങ്ങൾ വർദ്ധിക്കുന്നതിന് അത് കാരണമായി തീരും. കുടുംബ ഐക്യം നഷ്ടപ്പെടുന്നതിനും അല്ലെങ്കിൽ കുറയുന്നതിനും മനസമാധാനം നഷ്ടപ്പെടുന്നതിനും അത് കാരണമായി തീരും എന്നുള്ളതാകുന്നു. അതിനാൽ തീർച്ചയായും കടുക് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തുക. ഈ ലക്ഷണങ്ങളുണ്ട് എങ്കിൽ അത് ശനിയുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളാണ്. തീർച്ചയായും ആ പരിഹാരങ്ങൾ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.